ഫെബ്രുവരി 1 പാർലമെന്റിൽ അവതരിപ്പിച്ച യൂണിയൻ ബഡ്ജറ്റിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ പെടുന്ന വ്യക്തികൾക്ക് കുറേ ആനുകൂല്യങ്ങൾ ഫൈനാൻസ് മിനിസ്റ്റർ നൽകിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഇൻകം ടാക്സ് എക്സംഷൻ ലിമിറ്റ് 12 ലക്ഷം രൂപയാക്കി കൂട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് 12 ലക്ഷം രൂപ വരെയും ആനുവൽ ഇൻകം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു പൈസ പോലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾ സാലറി വാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ അത് 12,70,500 രൂപ വരെയും പോകാം. അതായത് സാധാരണയായിട്ട് സാലറി ലഭിക്കുന്ന വ്യക്തികൾക്ക് ഒരു 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കാറുണ്ട്. ഫൈനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്ത കണക്കനുസരിച്ചിട്ട് ഈ 12 ലക്ഷം രൂപ വരെയുള്ള ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം 1 ലക്ഷം കോടി രൂപയോളം ഗവൺമെൻറ്റിന് നികുതി ഇനത്തിൽ നഷ്ടം വരുന്നുണ്ട്. ഈ പറയുന്ന 1 ലക്ഷം കോടി രൂപ സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ പെടുന്ന വ്യക്തികൾക്ക് ലഭിക്കുമ്പോൾ എങ്ങനെയാണ് അത് നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, അവർക്ക് ഈ എക്സ്ട്രാ ലഭിക്കുന്ന ഈ പണം എങ്ങനെയാണ് അവർ യൂസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, കൺസംഷൻ കൂടാൻ ചാൻസ് ഉണ്ടോ, കൺസംഷൻ കൂടുന്നതിനനുസരിച്ച് കമ്പനികളുടെ പ്രോഫിറ്റ് കൂടുവാനായിട്ടുള്ള ചാൻസുകളുണ്ടോ, അതെങ്ങനെയാണ് ഫൈനലായിട്ട് ഒരു സാധാരണക്കാരൻ്റെ ഫൈനാൻസിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് മെയിനായിട്ടും ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പ്രകാശ് നായർ, ഒരു ഫുൾ ടൈം ഇൻവെസ്റ്ററും കണ്ടന്റ് ക്രിയേറ്ററുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്ത കണക്കനുസരിച്ചിട്ട് ഈ ഇൻകം ടാക്സ് സേവിങ്ങിലൂടെ 1 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ സാധാരണക്കാരൻ്റെ കയ്യിൽ ലഭിക്കുന്നതെങ്കിലും അതിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്നത് അതിലും വലുതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ പുതിയ ടാക്സ് റൂളിൻ്റെ ബേസിസിൽ സാധാരണ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 80,000 രൂപ മുതൽ 1,10,000 രൂപ വരെ എക്സസ് ആയിട്ട് അവരുടെ കയ്യിൽ ലഭിക്കും. പഴയ ടാക്സ് രീതി നിങ്ങൾ ഫോളോ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് 80,000 അല്ലെങ്കിൽ 1,10,000 രൂപയോ കൂടുതലായിട്ട് ടാക്സ് കൊടുക്കേണ്ട വന്നേനെ. ഈ പറയുന്ന എമൗണ്ടിന് ടാക്സ് എക്സംഷൻ ലഭിക്കുന്നത് കാരണം അത് നിങ്ങളുടെ കയ്യിൽ സർപ്ലസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്പോസിബിൾ ഇൻകം ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഈ പറയുന്ന 1 ലക്ഷം കോടി രൂപ അതിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റിയൽ ആയിട്ട് നമ്മുടെ ഇക്കോണമിക്ക് ബെനിഫിറ്റ് ആകാൻ പോകുന്നത് ഓരോ വർഷവും ഏകദേശം 5 ലക്ഷം കോടി രൂപ ആണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു സാധാരണ സാലറി വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ലഭിക്കുന്ന പണം, അതായത് 80,000 മുതൽ 1 ലക്ഷം രൂപ വരെയും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആ പണം യൂസ് ചെയ്ത് കമ്മോഡിറ്റികൾ വാങ്ങുന്നു, നിങ്ങളുടെ ജീവിത ചെലവിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങുന്നു, കൺസ്യൂമർ ഡ്യൂറബിൾ ഐറ്റംസ് വാങ്ങുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുന്നു. നിങ്ങളെപ്പോലെ 80,000 രൂപയോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയോ ഒക്കെ ഈ ഇനത്തിൽ സേവ് ചെയ്യുന്ന ആളുകൾ വിപണിയിൽ ഈ പണം ഉപയോഗിച്ച് കമ്മോഡിറ്റികൾ വാങ്ങുമ്പോൾ സാധാരണയായിട്ട് നിങ്ങൾ ഏത് കടയിൽ നിന്നാണോ ഷോപ്പിൽ നിന്നാണോ സാധനങ്ങൾ വാങ്ങുന്നത് ആ ഷോപ്പിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യും. കാരണം നിങ്ങൾ മാത്രമല്ല ഈ 80,000 രൂപ ഉപയോഗിച്ച് കമ്മോഡിറ്റികളോ സാധനങ്ങളോ വാങ്ങാൻ പോകുന്നത്. 1 ലക്ഷം കോടി രൂപയാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏത് ഷോപ്പിൽ നിന്നാണോ നിങ്ങൾ സാധനം വാങ്ങുന്നത് അപ്പോൾ അവരുടെ സെയിൽസ് കൂടുന്നതിനനുസരിച്ച് അവർ കൂടുതൽ ആളുകളെ എംപ്ലോയ് ചെയ്യേണ്ടി വരും. അതേപോലെ കൂടുതലായിട്ടുള്ള സപ്പോർട്ടിംഗ് സർവീസുകൾ അവർക്ക് ആവശ്യമായിട്ട് വരും. ഇതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് ജോലി ലഭിച്ച ആളുകൾക്കും സാലറി കിട്ടും, അവരുടെ കയ്യിലും കൂടുതൽ ഇൻകം വരും. അങ്ങനെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഇൻകവും അവർ തിരിച്ച് മാർക്കറ്റിൽ പലതരത്തിലുള്ള കമ്മോഡിറ്റികൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതോടനുബന്ധിച്ച് ഈ കമ്മോഡിറ്റികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾക്ക് കൂടുതൽ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് നൽകേണ്ടി വരും. അപ്പോൾ അവിടെയും ഒരു കൂടുതലായിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എക്സ്ട്രാ ആയിട്ട് അവർ എംപ്ലോയ് ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ കയ്യിൽ പണം വരും. എഗെയിൻ അവരും ആ പണം വിപണിയിൽ യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കമ്പനികൾക്ക് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അവർക്ക് പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ടി വരും, പുതിയ മെഷീനറികൾ സ്ഥാപിക്കേണ്ടി വരും, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിലും ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കമ്പനികൾക്കും ഇൻഡസ്ട്രിക്കും പ്രൊഡക്ഷൻ കൂടുകയോ അവിടെയും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുകയും സാധാരണക്കാരൻ്റെ കയ്യിൽ കൂടുതൽ പണം എത്തുകയും ചെയ്യും. ഈ എക്സ്ട്രാ ലഭിക്കുന്ന 1 ലക്ഷം കോടി രൂപ മാർക്കറ്റിൽ ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ എഫക്റ്റ് ഉണ്ടാകാമെന്നാണ്
കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാനിവിടെ സംസാരിക്കുന്നത് മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചാണ്. ലോവർ ഇൻകം ഗ്രൂപ്പിൽ പെടുന്ന വ്യക്തികൾ അവർ ഏൺ ചെയ്യുന്ന പണം കുറവായിരിക്കാം. അപ്പോൾ അവരുടെ സ്പെൻഡിങ്ങിലും മറ്റും മാറ്റം വരാനായിട്ടുള്ള ചാൻസ് ഇല്ല. അവരിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ സാധാരണ സ്പെൻഡ് ചെയ്യും. എന്നാൽ ഹൈ ഇൻകം ഗ്രൂപ്പിൽ പെടുന്ന ആളുകളെയും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഒരുപാട് ഡിസ്പോസിബിൾ ഇൻകം ഉള്ളത് കാരണം അവരത് യൂസ് ചെയ്ത് അവരുടെ ഇഷ്ടാനുസരണം അവർക്ക് കമ്മോഡിറ്റികൾ വാങ്ങുകയോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയോ ചെയ്യാം. ഇവിടെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ഫാമിലികളാണ്. സാധാരണ മിഡിൽ ക്ലാസ് ഇൻകം ഗ്രൂപ്പിൽ പെടുന്ന ഫാമിലികൾ അവർ ഏൺ ചെയ്യുന്ന ഇൻകം കൊണ്ട് അറ്റ്ലീസ്റ്റ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഇൻകം ലഭിച്ചാൽ ഇത് പല കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളെയും സെക്ടറിനെയും പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. ഏതൊക്കെ സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകുക എന്ന് നമുക്ക് നോക്കാം. FMCG കമ്പനികൾ, അതായത് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, ഓട്ടോമൊബൈൽസും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കോമ്പോണൻസ് ഉണ്ടാക്കുന്ന കമ്പനികൾ, കൺസ്യൂമർ സർവീസസ്, ടെലികമ്മ്യൂണിക്കേഷൻ അതായത് ടെലികോം റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ, കൺസ്യൂമർ ഡ്യൂറബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, ഫ്രിഡ്ജ്, TV, AC, വാഷിംഗ് മെഷീൻ, ഇതേപോലെ വൈറ്റ് ലേബൽഡ് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ, അതായത് ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളോ, പവർ സപ്ലൈ, റിയാലിറ്റി, ജുവല്ലറി വേറൊരു എക്സാമ്പിളാണ്. കാരണം നമ്മുടെ കയ്യിൽ കൂടുതൽ പണം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെപ്പോലുള്ള ആളുകൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ സ്വർണം വാങ്ങി വെക്കാനോ അല്ലെങ്കിൽ സ്വർണം പോലെയുള്ള പ്രഷ്യസ് മെറ്റലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഇൻകം വന്നാൽ ആ പണം നമ്മൾ ട്രാവലിന് വേണ്ടിയിട്ടോ ടൂറിസ്റ്റ് പ്ലേസുകൾ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു എഫക്റ്റായിട്ട് ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, അതോടൊപ്പം തന്നെ എയർലൈൻസ്, ഹോട്ടൽസ്, ഇതേപോലെയുള്ള സെക്ടറുകളിലെല്ലാം ഈ പണം വിനിയോഗിക്കാനായിട്ടുള്ള ചാൻസുകളുണ്ട്. മിഡിൽ ഇൻകം ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തികൾക്ക് ഇതേപോലെയുള്ള ഇൻകം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ സാധാരണയായിട്ട് കൺസ്യൂമർ പ്രോഡക്റ്റുകളോ കൺസ്യൂമർ ഡ്യൂറബിൾ പ്രോഡക്റ്റുകളോ എൻ്റർടൈൻമെൻറ്റ് ഇതേപോലെയുള്ള കാര്യങ്ങൾക്കായിരിക്കും വിനിയോഗിക്കുക. എന്നാൽ മിഡിൽ ഇൻകം ഗ്രൂപ്പിലുള്ള വ്യക്തികളിലും അതേപോലെ ഹൈ ഇൻകം ഗ്രൂപ്പിലുള്ള വ്യക്തികൾക്കും കൂടുതലായിട്ട് ഇൻകം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ ലഭിക്കുന്ന ഇൻകം പല സമയങ്ങളിലും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇത് മ്യൂച്വൽ ഫണ്ടുകളുടെ SIP റൂട്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ വരുന്ന എക്സ്ട്രാ ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടുകയും അതിനനുസരിച്ച് മ്യൂച്വൽ ഫണ്ടുകൾ കളക്ട് ചെയ്യുന്ന എമൗണ്ട് സാധാരണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയറുകളിലും സെക്യൂരിറ്റികളിലുമായിരിക്കും. ഇതിലും ഈ ഇൻകം യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ലോണുകൾ എടുത്തിരിക്കുന്ന ആളുകളാകാം. അത് ഹൗസിംഗ് ലോൺ ആകാം, വെഹിക്കിൾ ലോൺ ആകാം, പേഴ്സണൽ ലോണുകളാകാം, മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തിരിക്കുന്ന ആളുകളാകാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻകം ലഭിക്കുമ്പോൾ ഈ അഡീഷണൽ ആയിട്ടുള്ള ഇൻകം ഉപയോഗിച്ചിട്ട് EMI കൂടുതലായിട്ട് അടച്ചു തീർക്കാനോ അല്ലെങ്കിൽ ലോൺ അടച്ചു തീർക്കാനോ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഇതേപോലെ കൂടുതലായിട്ടുള്ള ഒരു ഇൻകം ലഭിക്കുമ്പോൾ ഇത് കൂടുതൽ ബെനിഫിറ്റ് ആകാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റുകളും മറ്റും ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ, അതേപോലെ തന്നെ ഫുഡ് ഡെലിവറി കമ്പനികൾ, അതേപോലെ കൺസ്യൂമർ ഡ്യൂറബിൾ ഐറ്റംസോ കൺസ്യൂമർ സ്റ്റേപ്പിൾ ഐറ്റംസോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ ചെയ്യുന്ന കമ്പനികൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കാം. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് രജിസ്ട്രേഷനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് ഈ വരുന്ന 1 ലക്ഷം കോടി രൂപ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരിക അല്ലെങ്കിൽ കൺസംഷന് വേണ്ടിയിട്ട് ഈ മിഡിൽ ക്ലാസ് ഫാമിലീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇതിന് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കൺസംഷൻ റിലേറ്റഡ് ആയിട്ടുള്ള
ഏരിയകളിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 30ഓളം കൺസംഷൻ തീം ഫോളോ ചെയ്യുന്ന ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അഡീഷണൽ ആയിട്ട് വരുന്ന 1 ലക്ഷം കോടി രൂപയും അതിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റായ 5 ലക്ഷം കോടി രൂപയെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു. ഈ എക്സ്ട്രാ വരുന്ന പണം 1 ലക്ഷം കോടിയോ 5 ലക്ഷം കോടി രൂപയോ ബേസിക്കലി എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളെ അല്ലെങ്കിൽ അവരെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുക? തീർച്ചയായിട്ടും ഇത്രയും പണം മാർക്കറ്റിലേക്ക് വരുമ്പോൾ കമ്പനികളുടെ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും, കമ്പനികളിൽ കൂടുതൽ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റവന്യൂ കൂടുകയും അതിനനുസരിച്ച് അവർ പ്രോഫിറ്റ് കൂടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറാണ് ഈ കൺസംഷൻ തീം ഫോളോ ചെയ്യുന്ന ഫണ്ടുകളിലുള്ള നിക്ഷേപം. ഈ കൺസംഷൻ തീം അല്ലെങ്കിൽ FMCG റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതേ സെക്ടർ സ്പെസിഫിക് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫണ്ടുകൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ സെലക്ടഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ തീർച്ചയായിട്ടും ഈ എക്സ്ട്രാ വരുന്ന അല്ലെങ്കിൽ ഈ മാർക്കറ്റിലേക്ക് വരുന്ന സാധാരണ വ്യക്തികളുടെ കയ്യിൽ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന ഈ ഡിസ്പോസിബിൾ ഇൻകം അവർ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള കമ്പനികളിലേക്കാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ള ബെനിഫിറ്റ് പോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ കൂടുക, അവരുടെ പ്രോഫിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ അത് ഫൈനലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവരുടെ ഷെയർ പ്രൈസിലായിരിക്കും. ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന മിക്കവാറും കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിരിക്കും. ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളിലാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നാച്ചുറലായിട്ടും ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുക അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ പ്രൈസ് കൂടുക എന്നുള്ളത് ഫൈനലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഫണ്ടുകളുടെ NAV-യിലായിരിക്കാം. നിങ്ങൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഒരു ഇൻവെസ്റ്ററാണ്, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ഒരു 7 വർഷത്തിന് മുകളിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ കൺസംഷൻ തീം ഫോളോ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്താവുന്നതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ കൺസംഷൻ തീം റിലേറ്റഡ് ആയിട്ടുള്ള പല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെയും പേരുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുന്നേ പ്രോപ്പറായിട്ടുള്ള റിസർച്ചുകൾ നടത്തുക. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയുടെയോ ആംഫി രജിസ്റ്റേർഡ് ആയിട്ടോ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രമാണ് നിക്ഷേപം നടത്താവുള്ളൂ. ഈ പറയുന്ന ഫണ്ടുകൾ മറ്റുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് റിസ്കി ആയിട്ടുള്ള ഫണ്ടുകളാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഇതേപോലെയുള്ള കമ്പനികളിൽ ഫ്യൂച്ചറിലേക്ക് വരാവുന്ന ഒരു ഡെവലപ്മെൻറ്റ് മുതലാക്കണമെങ്കിൽ പലപ്പോഴും ഇതേപോലെയുള്ള തീം ഫോളോ ചെയ്യുന്ന ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകാം. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്ത പോലെ ഏകദേശം 30ഓളം മ്യൂച്വൽ ഫണ്ടുകൾ ഈ തീം ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ മുതലാക്കുന്നതിന് വേണ്ടിയിട്ട് പല മ്യൂച്വൽ ഫണ്ടുകളും NFOകളുമായിട്ട് മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇനി കൂടുതൽ NFOകൾ നമുക്ക് ഈ തീം ഫോളോ ചെയ്യുന്ന ഫണ്ടുകളിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിലവിലുള്ള ഫണ്ടിൽ ആദിത്യ ബിർള ഇന്ത്യ ജെൻ നെക്സ്റ്റ് ഫണ്ട് ഏകദേശം 5800 കോടിയോളം അസറ്റ് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. 1 ഇയർ റിട്ടേൺ ഏകദേശം 15.7%, 3 വർഷം 14.4%, 5 വർഷം 16.9%, 10 വർഷത്തെ റിട്ടേൺ ഏകദേശം 14.4%. മിറേ അസറ്റ് ഗ്രേറ്റ് കൺസ്യൂമർ ഫണ്ട് ഏകദേശം 5100ഓളം കോടി രൂപ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 16.9%, 17.6%, 18.4%, 15.2%. ഈ റിട്ടേൺസ് ആണ് 1 ഇയർ, 3 ഇയർ, 5 ഇയർ, 10 ഇയർ പീരീഡിൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ട് ICICI പ്രൂ ഭാരത് കൺസംഷൻ ഫണ്ടാണ്. ഏകദേശം 3200 കോടി രൂപയോളമാണ് അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. 13.5, 18.4, 17.5 ഇതാണ് കഴിഞ്ഞ ഒരു വർഷം, 3 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിൽ ഈ ഫണ്ട് കൊടുത്തിരിക്കുന്ന റിട്ടേൺസ്. SBI കൺസംഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഏകദേശം 3100 കോടിയോളമാണ് ഇതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. 15.8%, 18.5%, 20.7%, 15.4%. ഇതാണ് കഴിഞ്ഞ ഒരു വർഷം, 3 വർഷം, 5 വർഷം, 10 വർഷത്തിൽ ഈ ഫണ്ട് കൊടുത്തിരിക്കുന്ന റിട്ടേൺസ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടാണ് ടാറ്റ കൺസ്യൂമർ ഫണ്ട്. ഇത് 2267 കോടിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. 21.1%, 18.5%, 18.7%. ഇതാണ് കഴിഞ്ഞ
1 വർഷം, 3 വർഷം, 5 വർഷത്തിൽ ഈ ഫണ്ട് കൊടുത്തിരിക്കുന്ന റിട്ടേൺസ്. ഞാൻ ഈ പറഞ്ഞ ഫണ്ടുകളിൽ ടാറ്റ ഇന്ത്യ കൺസ്യൂമർ ഫണ്ടിലും SBI കൺസംഷൻ ഓപ്പർച്യൂണിറ്റി ഫണ്ടിലും ICICI പ്രൂ ഭാരത് കൺസംഷൻ ഫണ്ടിലും എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ICICI പ്രൂഡൻഷ്യൽ ഭാരത് കൺസംഷൻ ഫണ്ടിൽ ഏകദേശം 3 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏകദേശം എനിക്കൊരു 85% ആബ്സല്യൂട്ട് റിട്ടേൺ വന്നിട്ടുണ്ട്. ടാറ്റ കൺസ്യൂമർ ഫണ്ടിൽ ഏകദേശം ഒരു 4 മാസം മുന്നെയാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. SBI കൺസംഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിൽ ലാസ്റ്റ് വീക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ കൺസംഷൻ തീം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയിലും കൃത്യമായിട്ട് എന്താണ് ഈ കൺസംഷൻ തീം ഫോളോ ചെയ്യുന്ന ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ബെനിഫിറ്റുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അന്ന് ഞാൻ ആ വീഡിയോയിൽ 4 മാസങ്ങൾക്ക് മുന്നേ ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നതും. മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ, എസ്പെഷ്യലി തീമാറ്റിക് ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ വളരെ റിസ്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുന്നേ പ്രോപ്പറായിട്ടുള്ള റിസർച്ചുകൾ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള അഡ്വൈസിൻ്റെ ബേസിസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഞാനിവിടെ പറഞ്ഞ ഫണ്ടുകളുടെ പേര് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷനായിട്ട് കൺസിഡർ ചെയ്യരുത്. ഈ യൂട്യൂബ് ചാനലിൽ ഇതേപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഏകദേശം 1200ഓളം വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.